CMRലെ നിന്ന് പണം കൈപ്പറ്റിയ വീണ വിജയൻ എന്തുകൊണ്ട് അത് SFI അതിൻ്റെ അന്വേഷണം നിർത്തണം അല്ലെങ്കിൽ തടയണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യമുണ്ട്. ആ പണം കൈപ്പറ്റിയത് എന്തിനുപയോഗിച്ചു, എങ്ങോട്ട് പോയി? PV എന്ന് പറഞ്ഞ് അവിടെ എഴുതി ചേർത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരാണെന്ന് സംശയിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പണം വാങ്ങിച്ച അദ്ദേഹത്തിൻ്റെ വൈഫാണോ? ഈ വീണ വിജയനും അദ്ദേഹത്തിൻ്റെ വൈഫും വാങ്ങിയ പണം എങ്ങോട്ട് ഒഴുകി? അത് മരുമകനിലേക്ക് പോയോ? ഏതായാലും ഇതെല്ലാം ഇനി വെളിച്ചത്താവും. മാസപ്പടി വിവാദത്തിൽ വീണ വിജയൻ ഒളിപ്പിച്ച രഹസ്യമെല്ലാം ഒന്നുവിടാതെ പുറത്തേക്ക് വരുന്നു. വീണയുടെ നാടകം പൊളിഞ്ഞു വീഴുകയാണ്. ശശിധരൻ കർത്തയിൽ നിന്ന് വാങ്ങിയ 1.72 കോടി രൂപ എങ്ങോട്ട് പോയി? ആരുടെ കൈകളിലേക്കാണ് എത്തിയത്? അത് റിയാസിൻ്റെ കൈകളിലേക്കാണോ? നിരവധി ചോദ്യങ്ങളാണ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. SFIO എല്ലാ ചുരുളുകളും അഴിക്കുമ്പോൾ വീണ അകത്തേക്ക് തന്നെയാണോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പിണറായി വിജയൻ നന്നായി ഭയക്കുന്നുണ്ട് SFIOയെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട റിട്ടയർഡ് SP ജോർജ് ജോസഫ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറെ ചർച്ചയാകുന്നത്. അദ്ദേഹം മലയാളി വാർത്തയോട് പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പ്രേക്ഷകരിലേക്കും എത്തിക്കുകയാണ്. വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിനും SFIക്കും എതിരായി ഹർജി ഫയൽ ചെയ്തു. കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി പെൻഡിങ് ആണ്. ഷോൺ ജോർജ് കൊടുത്ത ഒരു ഹർജിയിൽ ഏതായാലും കർണാടക ഹൈക്കോടതി റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ SFIയുടെയും അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന റിക്വസ്റ്റാണ്. എന്തുകൊണ്ടാണ് ഇപ്പം പ്രതിരോധിക്കാൻ വന്നത് എന്നുള്ളതാണ് പ്രസക്തമായ ഒരു ചോദ്യം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ SFIയുടെയും അന്വേഷണം സ്റ്റേ ചെയ്യാനുള്ള സാധ്യത വളരെ ദുർലഭമാണ്. കേരള ഹൈക്കോടതിയിലെ നടപടി സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞപ്പം അതിന് KSIDCയാണ് കേരള ഹൈക്കോടതിയിലേക്ക് ഡിഫൻസുമായിട്ട് പോയത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും സീനിയർ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയറായ CS വൈദ്യനാഥന് 25 ലക്ഷം രൂപ ഓൺലൈനിൽ ഒറ്റ അപ്പിയറൻസിന് KSIDC കൊടുത്തു എന്നുള്ളതാണ്. അടുത്ത 12-ാം തീയതി കേരളത്തിൽ വീണ്ടും കേരള ഹൈക്കോടതിയിൽ അത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അന്നും 25 ലക്ഷം രൂപയുടെ പോകേണ്ടി വരും. മൊത്തം 50 ലക്ഷം രൂപ. അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസിനും മറ്റുള്ളവർക്ക് ഒരു 10-30 ലക്ഷം കൂടെ വീണ്ടും കൊടുക്കേണ്ടി വരും. എങ്ങനെ പോയാലും 1 കോടി രൂപയുടെ വക്കാലത്താണ്. KSIDCയാണ് അത് പ്രതിരോധിക്കാൻ വരുന്നത്. ഹൈക്കോടതിയിൽ അത് KSIDCക്ക് പരിശോധന നടത്താൻ ഓഫീസിൽ പരിശോധന നടത്താൻ SFIയുടെ ഉദ്യോഗസ്ഥർ വന്നപ്പം അത് തടയണമെന്ന് പറഞ്ഞാണ് കേരള ഹൈക്കോടതി പോയത്. ഹൈക്കോടതി ചോദിച്ച് എന്താണ് ഇത്ര പേടി? ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണ് KSIDC. അവിടുത്തെ അക്കൗണ്ടുകളെല്ലാം സുതാര്യമാണ്. അവിടെ ആ ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദ് SFIOയുടെ അരുൺ പ്രസാദും ആ 4 പേരുമാണ് KSIDCയിൽ വന്ന് പരിശോധനയ്ക്ക് വന്നത്. ആ പരിശോധന നടത്തുന്നതിന് സ്റ്റേ ചെയ്യണം, അത് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയപ്പം ഇന്നലെ അത് ഫയലിലെടുത്തപ്പം തന്നെ 1 മണിക്കൂർ ഇവിടെ സെർച്ച് കഴിഞ്ഞിരിക്കും. കോടതി ചോദിച്ച് എന്തിനാണ് പേടിക്കുന്നത്? സുതാര്യമായ ഒരു സ്ഥാപനമല്ലേ KSIDC. പക്ഷേ പിന്നീട് വന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം KSIDC വെറുതെയല്ല ഹൈക്കോടതി പോയത്. ഇപ്പം വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിലെ KSIDCയിൽ പോയ പോലെ തന്നെ വീണ വിജയനും ഇവിടെ SFIയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി വായിക്കുമ്പോൾ എന്തോ ചില പ്രശ്നങ്ങൾ KSIDCയിലും വീണ വിജയനും ഉണ്ട് എന്ന് നമുക്കറിയാം.
വീണ വിജയൻ ഏതായാലും CMRൽ 1,72,00,000 രൂപ കൊടുത്തെങ്കിലും അതിൻ്റെ ടാക്സുകളെല്ലാം CMRൽ തന്നെ അടച്ചു. അത് വീണ വിജയൻ അടയ്ക്കേണ്ടതാണെങ്കിലും അവർ തന്നെ അടച്ചതെല്ലാം തീർത്തു. വീണ വിജയന് ഇൻകം ടാക്സിൻ്റെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ അത് അടയ്ക്കാൻ നോട്ടീസ് കൊടുത്താൽ അതിൻ്റെ പിഴ സഹിതം ഇനി അടച്ചാലും മതി. പക്ഷേ ഒരു CMR പോലൊരു കമ്പനി ഒരാൾക്ക് പണം അങ്ങോട്ട് ആവശ്യപ്പെടാതെ കൊടുത്തോ, അത് പല പ്രാവശ്യമായിട്ട് അങ്ങോട്ട് പണം ഒഴുക്കി. കേരളത്തിലെ 10-12 രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഇതുപോലെ പണം ഒഴുക്കി. ആ CMRൽ കേരള ഗവൺമെൻറ്റിന് 13.4% അവിടെ ഷെയറുണ്ട്. അങ്ങനെ ഷെയറുള്ള സ്ഥലത്ത് KSIDC 50-ഓളം സ്ഥാപനങ്ങളിൽ KSIDCക്ക് ഷെയറുണ്ട്. അവിടെ എല്ലായിടത്തും KSIDCയിൽ നിന്ന് ഒരു ഡയറക്ടർ അവരുടെ മീറ്റിങ്ങിൽ, അവരുടെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ പോകും. KSIDCയിൽ നിന്ന് ഒരു ഡയറക്ടർ CMRൻ്റെ ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങിൽ പോയിട്ടുണ്ട്. അങ്ങനെ KSIDCയിൽ നിന്ന് 3 ഡയറക്ടർമാർ പോയി. ഒരാളെ മാത്രമേ ആവശ്യമുള്ളൂ, ഒരാളെ മാത്രമേ അയക്കാൻ പാടുള്ളൂ. പക്ഷേ 3 പേര് അവിടെ പോയവർ അവർ റിട്ടയർ ചെയ്തു. പക്ഷേ റിട്ടയർ ചെയ്തിട്ട് അവരവിടെ തുടരുകയാണ് ഡയറക്ടർ ബോർഡ് മെമ്പറിൽ. സർക്കാർ ജീവനക്കാരായിരുന്ന AJ പൈ, അതുപോലെ തന്നെ TP തോമസ് കുട്ടി, R രവിചന്ദ്രൻ, ഇവർ 3 പേരും സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുക അല്ലെങ്കിൽ KSIDCയിൽ നിന്ന് റിട്ടയർ ചെയ്തെങ്കിൽ ഇപ്പോഴും അവിടെ ഡയറക്ടർമാരായിട്ട് CMRൽ തുടരുന്നു എന്നാണ് ഇപ്പം SFI കണ്ടെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ വീണ്ടും ഒരാളെ കൂടെ പോസ്റ്റ് ചെയ്തിരിക്കും. 2023 ഒരു നോമിനി, അത് KSIDCയിലെ മാനേജർ പ്രശാന്തിനെ കൂടെ അങ്ങോട്ട് അയച്ചിരിക്കും. അപ്പം 4 പേരായി. റിട്ടയർ ചെയ്തിട്ട് 3 പേര് അവിടെ തുടരുന്നു. അവർ TADA അവിടുന്ന് വല്ല പ്രോഫിറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ, KSIDCയുടെ പേര് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടോ? 2013 മുതൽ 10 വർഷത്തെ ട്രാൻസാക്ഷനാണ് KSIDCയും CMRും തമ്മിലുള്ളത് പരിശോധിക്കുന്നത്. എത്ര കോടി രൂപ, 13 അല്ലെങ്കിൽ 14% ഷെയറിന് എത്ര കോടി രൂപ പ്രോഫിറ്റ് KSIDC കിട്ടി എന്നുള്ള കണക്ക് അവർ കാണിക്കേണ്ടി വരും. അത് യഥാർത്ഥത്തിൽ ഇവിടെ വന്നോ അതോ ഇവർ ആരെങ്കിലും പങ്കിട്ടെടുത്തോ? വളരെ ഗുരുതരമായ പ്രശ്നങ്ങളാണ് അതൊക്കെ. അതുപോലെ കൊച്ചിൻ മിനറൽസിലെ അനുസരിച്ച് റൂട്ടൈൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതി സമ്പത്താണ്, കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്താണ്. അത് വിറ്റ് കാശാക്കുകയാണ്. കോടിക്കണക്കിന് രൂപ കാശാക്കിയിട്ട് ആ റൂട്ടൈൽ വിറ്റ് കാശാക്കി വരുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും വീണ ഉൾപ്പെടെയുള്ളവരും അവിടുന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നു. അത് ഇവിടുത്തെ പൊതു ഖജനാവിൽ പോകേണ്ടതാണ്. ഇത്രയും നമ്മുടെ പ്രകൃതി സമ്പത്ത് ഇതുപോലെ നിർലോഭം പലരും അടിച്ചെടുത്തുകൊണ്ട് പോകുന്നത് ശരിയാണോ? അത് നമ്മുടെ ട്രഷറിയിൽ പോകേണ്ട പണമാണ്. കരിമണൽ ലോകത്തിലെ ഇത്രയും നല്ല ഈ ധാതുക്കളുള്ള കരിമണൽ ലോകത്ത് ഒരിടത്തും ഇല്ല എന്നുള്ളതാണ്. ഈ CMRലാണ് അത് പ്രോസസ്സ് ചെയ്ത് വിദേശ ഫണ്ട് ധാരാളം അവർക്ക് വരുന്നു. അതിൻ്റെ സംസ്ഥാനത്തിൻ്റെ 14% ഷെയറുള്ള KSIDC അതിൻ്റെ ഒരു ലാഭത്തിൻ്റെ വീതം ലഭിക്കുന്നു എന്നാണ്. ആ ലാഭത്തിൻ്റെ വീതം ഇവിടെ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ CMRൽ നിന്ന് പണം കൈപ്പറ്റിയ വീണ വിജയൻ എന്തുകൊണ്ട് അത് SFI അതിൻ്റെ അന്വേഷണം നിർത്തണം അല്ലെങ്കിൽ തടയണം അല്ലെങ്കിൽ സ്റ്റേ ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ആവശ്യമുണ്ട്? ആ പണം കൈപ്പറ്റിയത് എന്തിനുപയോഗിച്ചു, എങ്ങോട്ട് പോയി? PV എന്ന് പറഞ്ഞ് അവിടെ എഴുതി ചേർത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പേരാണെന്നും സംശയിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ പണം വാങ്ങിച്ച അദ്ദേഹത്തിൻ്റെ വൈഫാണോ? ഈ വീണ വിജയനും അദ്ദേഹത്തിൻ്റെ വൈഫും വാങ്ങിയ പണം എങ്ങോട്ട് ഒഴുകി? അത് മരുമകനിലേക്ക് പോയോ? ഏതായാലും ഇതെല്ലാം ഇനി വെളിച്ചത്താവും. അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവും ഇനി എന്ത് സംഭവിച്ചു എന്ന്. ആ ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ SFI അവരുടെ ഡെപ്യൂട്ടി ഡയറക്ടർ 5-6 പേര് കൂടി കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കേരളത്തിൽ CMRലും അതുപോലെ തന്നെ KSIDCയിലും
പോയി അന്വേഷണം നടത്തി കഴിഞ്ഞു. ഇനി ബാംഗ്ലൂരിലാണ് എക്സാലോജിക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിപ്പോൾ ഡോർമെൻ്റായി, കമ്പനി പൂട്ടിയാലും ശരി എപ്പം വേണേലും റീഓപ്പൺ ചെയ്യാം. അതുകൊണ്ട് ബാംഗ്ലൂരുള്ള അവിടേക്ക് ഇവരെ സമൻ ചെയ്യും, അവരെ ചോദ്യം ചെയ്യും, ചോദ്യം ശേഷം വിടും. വീണ്ടും അറസ്റ്റിലേക്ക് പോകേണ്ട കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് പിന്നീട് തീരുമാനിക്കുകയുള്ളൂ. അവർ ഇൻകം ടാക്സ് മാത്രമേ അടയ്ക്കാനുള്ളൂ എന്നാണ്. കൈപ്പറ്റിയ പണത്തിന് ഏതായാലും കണക്കുണ്ടാവും. പക്ഷേ അത് സംഭാവനയായിട്ട് കൊടുത്തെന്ന് പറഞ്ഞാൽ അതിന് ഒരു ഒഫൻസ് വീണ വിജയൻ ചെയ്തു എന്ന് കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ ആ പണം എന്തിനു വാങ്ങിച്ച്, എന്ത് സർവീസ് ചെയ്തു എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ വീണ്ടും വരുന്നുണ്ട്. എങ്കിലും പൊതുവേ അവരടയ്ക്കേണ്ട പല ടാക്സുകളും അത് CMRൽ അടച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ഇൻകം ടാക്സിൻ്റെ പ്രശ്നം വരാനുള്ള സാധ്യതയുള്ളൂ. ഏതായാലും അവരെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ പണം എങ്ങോട്ടൊഴി, ആരുടെ കയ്യിലോട്ട് പോയി എന്നൊക്കെ വ്യക്തമാവും. അതുകൊണ്ട് ഇനി വരുന്ന 2-3 ദിവസം വളരെ ഇമ്പോർട്ടൻ്റായ ഡേയ്സാണ്. കർണാടക ഹൈക്കോടതിയിലും കേരള ഹൈക്കോടതി 12-ാം തീയതിയിലും അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അതേപ്പറ്റി ഒരു ജഡ്ജ്മെൻറ്റ് വരാനുള്ള സാധ്യത കൂടുതലാണ്.